ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അജ്ഞാത നമ്പറുകളിൽ നിന്ന് വിളിച്ച് നമ്മൾ പലരെയും പറ്റിക്കാറുണ്ട്. അതുപോലെ പുതിയ സിം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നവരെയൊക്കെ വിളിച്ച് പറ്റിക്കാറുണ്ട്. ഇനി അതുപോലെയുള്ള കലാപരിപാടികൾ നടക്കില്ല. അതായത് അജ്ഞാത നമ്പറുകളിൽ നിന്ന് വിളിച്ചുള്ള ഒരു കലാപരിപാടികളും ഇനി മുതൽ നടക്കാൻ പോകുന്നില്ല. വിളിക്കുന്ന ആളുടെ പേര് ഫോണിൽ സേവ് ചെയ്തിട്ടില്ല എങ്കിലും ആ ഒരു വ്യക്തിയുടെ പേര് വളരെ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന സംവിധാനം നിലവിൽ വരാൻ പോവുകയാണ്. കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പറയുന്ന പുതിയ സിസ്റ്റമാണ് ഫോണുകളിൽ വരാൻ പോകുന്നത്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നമ്പർ സേവ് ചെയ്യാത്ത ഒരാൾ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചാൽ നിലവിൽ നമ്പർ ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെയിം ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ട്രൂ കോളർ പോലെയുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കാണിക്കുന്ന ആ ഒരു പേരും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രശ്നമാണ് ഇനി പരിഹരിക്കാൻ പോകുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരുന്ന സമയത്ത് ആരാണ് വിളിച്ചത്, ഏതാണ് ആ വ്യക്തി എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് നിലവിലുണ്ടായിരുന്ന കോളിംഗ് ലൈൻ സംവിധാനത്തിന് പകരം കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പറയുന്ന പുതിയ സംവിധാനമാണ് നിലവിൽ വരാൻ പോകുന്നത്. 2026 മാർച്ച് മാസത്തോടെ രാജ്യത്തെ എല്ലാ ടെലിഫോൺ സർക്കിളുകളിലും ഇത് നടപ്പിലാക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ നിർദ്ദേശത്തിന് ട്രായുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇൻകമിംഗ് കോളുകളിൽ സുതാര്യത കൊണ്ടുവരാനും സ്പാം കോളുകൾ തടയുവാനും സാമ്പത്തിക തട്ടിപ്പുകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ ഒരു പരിധിവരെ തടയാനുമാണ് ഈ ഒരു സേവനം നിലവിൽ വരുന്നത്. പ്രായമായ പൗരന്മാരിലും സാങ്കേതിക വിദ്യകളിൽ അത്ര പരിചയമില്ലാത്തവരിലും ഈ സേവനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2025 അവസാനത്തോടെ ഈ ഒരു സേവനം നിലവിൽ വരുമെന്ന് കരുതിയെങ്കിലും പിന്നീട് അത് മാറുകയായിരുന്നു. ടെലികോം കമ്പനികളുടെ ഒഫീഷ്യൽ സബ്സ്ക്രൈബ് ഡാറ്റാബേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകളാവും ഫോണിൽ പ്രദർശിപ്പിക്കുന്നത്. വിശദാംശങ്ങൾ ആധികാരികവും പരിശോധിച്ചുറപ്പിച്ചതുമാണെന്ന് കമ്പനികളാവും ഉറപ്പാക്കേണ്ടത്. ഇന്ത്യയുടെ ടെലികോം കമ്പനി നെറ്റ്വർക്കുകളുടെ സഹായത്തോടെ സർക്കാർ പിന്തുണയുള്ള കോളർ ID സംവിധാനം പോലെയായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഒരു ടെലികോം നെറ്റ്വർക്കിൽ നിന്നും മറ്റൊരു നെറ്റ്വർക്കിലേക്ക് കോൾ വരുമ്പോൾ വിളിക്കുന്ന ആളുടെ പേര് കൃത്യമായി പ്രദർശിപ്പിക്കാൻ ഇന്റർ ഓപ്പറബിലിറ്റി ടെസ്റ്റിന്റെ ടെസ്റ്റ് കൂടെ പൂർത്തിയായാൽ പുതിയ സേവനം പെട്ടെന്ന് തന്നെ പ്രാബല്യത്തിൽ വരും. പ്രമുഖ ടെലികോം കമ്പനികളായിട്ടുള്ള വോഡഫോൺ ഐഡിയ, ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ എന്നിവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇതിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഉപഭോക്താക്കൾക്ക് കോളിംഗ് നെയിം പ്രസന്റേഷൻ സേവനം ബൈ ഡിഫോൾട്ടിൽ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഈ ഒരു സേവനം ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് ഓഫ് ചെയ്യാനുള്ള സേവനവും കമ്പനികൾ ഒരുക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 4Gയും 5Gയും ഉപയോഗിക്കുന്നവർക്കായിരിക്കും ഈ ഒരു സേവനം നിലവിൽ കിട്ടിത്തുടങ്ങുന്നത്. 2G 3G നെറ്റ്വർക്കുകളിൽ നിലവിൽ ഈ ഒരു സേവനം ലഭിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിലുള്ള ടെലികോം ലൈസൻസുകളിൽ വിളിക്കുന്ന ആളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് യാതൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. CNAP വരുന്നതോടുകൂടിയാണ് ഈ ഒരു കാര്യത്തിൽ മാറ്റം വരുന്നത്. 2024 ട്രായ് ഈ കാര്യം ചൂണ്ടിക്കാട്ടി ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകുന്നത്. ഈ ഒരു മാറ്റത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിർബന്ധമായും കമന്റ് ചെയ്യാൻ മറക്കരുത്.